Today, our topic is summer air conditioning systems. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് സമ്മർ എയർ കണ്ടീഷനിങ് എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ്. നമുക്കിനി സമ്മർ എയർ കണ്ടീഷനിങ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ആ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം വർക്കൗട്ട് ആക്കാം. അപ്പോൾ അത് ആ രണ്ട് ടൈപ്പ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോവുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ സിസ്റ്റം വിത്ത് 100% റീസർക്കുലേറ്റഡ് എയർ. അതായത് ഈ ഒരു സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ ഔട്ട്സൈഡ് എയർ എടുക്കുന്നില്ല. അതായത് റൂമിൽ നിന്ന് റീസർക്കുലേറ്റ് ചെയ്ത് വരുന്ന ആ എയറിനെ തന്നെ എഗെയിൻ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ റൂമിൽ നിന്ന് എയർ എടുക്കുന്നു, ആ എയറിനെ തന്നെ കണ്ടീഷൻ ചെയ്ത് തിരിച്ച് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതായത് ഔട്ട്സൈഡ് എയർ എടുക്കാതെ നമ്മൾ റൂമിൽ നിന്നുള്ള ആ എയറിനെ തന്നെ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അത്തരത്തിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു. അതായത് 100% റീസർക്കുലേറ്റഡ് എയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഔട്ട്സൈഡ് എയർ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കാം. ഇതാണ് നമ്മുടെ കണ്ടീഷൻഡ് സ്പേസ്. അപ്പോൾ ആ സ്പേസിനകത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ് TI, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ് WI, ആ സ്പേസിലെ എൻതാൽപ്പിയാണ് HI. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ റൂം കണ്ടീഷൻ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് 0.6 ആയിട്ടാണ്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ ക്ലാസ്സിലും പ്രോബ്ലംസിലും എല്ലാം നമ്മൾ റൂം കണ്ടീഷൻ I ആയിട്ട് സൂചിപ്പിക്കും. I മീൻസ് ഇൻഡോർ കണ്ടീഷൻ. ഓക്കെ, അതുപോലെ തന്നെ എസ് എന്ന് പറയുന്ന ടേം സൂചിപ്പിക്കുന്നത് സപ്ലൈ കണ്ടീഷനാണ്. അത് നേരത്തെ വീഡിയോയിൽ പോലെ തന്നെയാണ്. എസ് സൂചിപ്പിക്കുന്നത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലൈ കണ്ടീഷനാണ് എസ്. ഐ സൂചിപ്പിക്കുന്നത് റൂമിൻ്റെ ഇൻസൈഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻഡോർ കണ്ടീഷൻസ് ആണ് ഐ കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ നമ്മൾ കണ്ടീഷൻഡ് സ്പേസ്, ആ സ്പേസിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TI ആണ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി WI ആണ്, എൻതാൽപ്പി HI ആണ്. ഇനി ആ റൂമിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഈ MS എന്ന് പറയുന്ന മാസുള്ള എയർ സപ്ലൈ ചെയ്യുന്നു. ആ എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TS ആണ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് WS ആണ്, ദെൻ എൻതാൽപ്പി എന്ന് പറയുന്നത് HS ആണ്. അപ്പോൾ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ ഈ ഇൻസൈഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻഡോർ കണ്ടീഷനും അതുപോലെ തന്നെ സപ്ലൈ കണ്ടീഷനും മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ ഡയഗ്രത്തിൽ കാണുക. ഐ എന്ന് പറയുന്നത് ഇതാണ് റൂമിലെ കണ്ടീഷൻ. അതിൽ റൂം ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ റൂമിൽ നമുക്ക് ഏത് കണ്ടീഷനാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതാണ് ഈ സൈക്കോമെട്രിക് ചാർട്ടിൽ ഐ എന്ന് പറയുന്ന പോയിൻ്റ് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എസ് എന്ന് പറയുന്നതാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷനാണ് എസ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ കൂളിംഗ് കോയിലിലൂടെ കണ്ടീഷൻ ചെയ്തു വരുന്ന ആ സപ്ലൈ എയർ, അതിൻ്റെ കണ്ടീഷനാണ് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുക. അത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ റൂം ഐ എന്ന് പറയുന്ന കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ റൂമിൽ നിന്ന് വരുന്ന എയർ, ആ റൂമിൽ നിന്ന് വരുന്ന എയറിൻ്റെ കണ്ടീഷനും റൂമിലെ അതേ കണ്ടീഷൻ തന്നെയായിരിക്കും. ദെൻ ആ എയറിനെ നമ്മൾ വീണ്ടും കൂളിംഗ് കോയിലിൽ കൂടെ കടത്തി വിടുന്നു, കണ്ടീഷൻ ചെയ്യുന്നു, ദെൻ അഗെയിൻ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇത്തരത്തിൽ പുറത്തുനിന്ന് എയർ എടുക്കാതെ നമ്മൾ സെയിം എയർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുക. അപ്പോൾ ഐ സൂചിപ്പിക്കുന്നത് റൂമിൻ്റെ കണ്ടീഷനും എസ് സൂചിപ്പിക്കുന്നത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷനുമാണ്. അപ്പോൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു, ദെൻ എഗെയിൻ റൂമിൽ നിന്ന് നമ്മൾ കൂളിംഗ് കോയിലേക്ക് ഓതി എഗെയിൻ കണ്ടീഷൻ ചെയ്യുന്നു, ദെൻ എഗെയിൻ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇത്തരത്തിൽ 100% റീസർക്കുലേറ്റഡ് എയർ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഫുൾ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ ഫ്ലോ ചെയ്യുന്ന മാസ്, എയറിൻ്റെ മാസ് എന്ന് പറയുന്നത് MS ആണ്. ഇപ്പോൾ MS മാസാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ആ MS മാസാണ് ദെൻ അഗെയിൻ റീസർക്കുലേറ്റ് ചെയ്യുന്നതും കൂളിംഗ് കോയിലും കൂടെ കടന്നു പോകുന്നതും. ഇനി കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറാണ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ മൂലം നമുക്ക് എപ്പോഴും കൂളിംഗ് കോയിലിനേക്കാളും കുറച്ച് എബോവ് ടെമ്പറേച്ചറിലായിരിക്കും നമ്മുടെ സപ്ലൈ കണ്ടീഷൻ വരിക. ദെൻ ഇൻ ദിസ് സിസ്റ്റം ദർ ഈസ് നോ ഔട്ട്സൈഡ് എയർ ആൻഡ് ദ സെയിം എയർ ഈസ് റീസർക്കുലേറ്റഡ്.
cold and dry air is supplied to the room and the air that leaves the conditioned space is assumed to be at the same conditions as that of the conditioned space. അപ്പോൾ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ ഇതാണ്. അത് സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നു. ദെൻ റൂമിൽ നിന്ന് എക്സിറ്റ് ആവുന്ന എയർ, അതായത് റീസർക്കുലേറ്റഡ് എയർ, അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് റൂമിൻ്റെ അതേ കണ്ടീഷൻ തന്നെ ആയിരിക്കും. ദെൻ ഐ എന്ന് പറയുന്നതാണ് റൂം ഡിസൈൻ കണ്ടീഷൻ, എസ് എന്ന് പറയുന്നത് സപ്ലൈ കണ്ടീഷൻ, എം എസ് എന്ന് പറയുന്നതാണ് മാസ് ഓഫ് എയർ സപ്ലൈഡ് ടു ദ റൂം. ദെൻ ടി എസ് എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് സപ്ലൈ എയർ. അപ്പോൾ നമ്മൾ ചില കേസിൽ ടി ഡി എസ് എന്ന് പറയും. അതായത് പോയിൻ്റ് എസ്സിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും മെൻഷൻ ചെയ്യുന്ന കേസിൽ ടി ഡി എസ് എന്നും ടി ഡബ്ല്യു എസ് എന്നും പറയും. അതായത് ടി ഡി എസ് എന്നും ടി ഡബ്ല്യു എസ് എന്നും മെൻഷൻ ചെയ്യും. അതായത് എസ് എന്ന ആ ഒരു പോയിന്റിലെ ഡ്രൈ ബൾബാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഇത് വെറ്റ് ബൾബാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ടി എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും. വെറ്റ് ബൾബ് ആകുമ്പോൾ അത് നമ്മൾ സ്പെസിഫിക്കലി ടി ഡബ്ല്യു എന്ന് മെൻഷൻ ചെയ്യും. അപ്പോൾ എനിവേ ടി എസ് ഇസ് ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് സപ്ലൈ എയർ. എച്ച് എസ് എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് സപ്ലൈ എയർ. ടി ഐ എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് റൂം എയർ. എച്ച് ഐ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് റൂം എയർ. ഓക്കെ, ഇപ്പോൾ റൂം എയറിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ സപ്ലൈ എയറിൻ്റെ കണ്ടീഷൻസുമാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, എൻതാൽപ്പി തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ റൂം സെൻസിബിൾ ഹീറ്റ്. നമുക്കറിയാം എന്താണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമുക്ക് കാണാം, അല്ലെങ്കിൽ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്ന് പറയുന്നത് സപ്ലൈ കണ്ടീഷനും അതുപോലെ തന്നെ റൂം ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ റൂം ഏത് കണ്ടീഷനാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് RSHF ലൈൻ എന്ന് വിളിക്കുന്നത്. അതായത് എസും ഐയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് RSHF ലൈൻ. ഇനി ഈ RSHF ലൈനിൻ്റെ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കാണണം. അത് നമുക്കറിയാം. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റാണ്. ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ നമ്മൾ ഐ എന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, അതുപോലെ തന്നെ എസ് എന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഐ എന്ന് വെർട്ടിക്കൽ ലൈൻ വരച്ചു, എസ് എന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അത് മീറ്റ് ചെയ്ത പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു എന്ന് കരുതുക, ക്യാപിറ്റൽ എ. അങ്ങനെയെങ്കിൽ ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് എച്ച് ഐ മൈനസ് എച്ച് എ ആണ് റൂം ലേറ്റൻ്റ് ഹീറ്റ്. റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് എ മൈനസ് എച്ച് എസ് ആണ് റൂം സെൻസിബിൾ ഹീറ്റ്. ഓക്കെ, അപ്പോൾ സെൻസിബിൾ ഹീറ്റും ലേറ്റൻ്റ് ഹീറ്റും അറിയാമെങ്കിൽ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കാണാം. ഇത് നമ്മൾ അതിൻ്റെ ഇക്വേഷനാണ്. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ അതിനെ QSR എന്ന് വിളിക്കും, അല്ലെങ്കിൽ RSH എന്ന് വിളിക്കും. ഈക്വൽ ടു മാസ് ഓഫ് ദ എയർ സപ്ലൈ ടു ദ റൂം MS ഇൻറ്റു CP ഓഫ് ദ എയർ ഇൻറ്റു TI മൈനസ് TS. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ അത് TI ആണ്. TI ഉദ്ദേശിച്ച ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അറ്റ് പോയിന്റ് ഐ. TI ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഈ എസ്സിലെ ടെമ്പറേച്ചർ TS ആണ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് MCP ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, അത് നമുക്ക് HA മൈനസ് HS എന്ന് എടുക്കാം. അതല്ലാതെ ഇപ്പം നമുക്ക് ഐയിലെയും എസ്സിലെയും ടെമ്പറേച്ചർ അറിയാം, MS എത്രയാണെന്നറിയാം, CP എത്രയാണെന്ന് അറിയാം. എങ്കിൽ നമുക്ക് MCP Δ2 ഉപയോഗിച്ചാൽ ഈ സെൻസിബിൾ ഹീറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് MS ഇൻറ്റു CP ഇൻറ്റു TI മൈനസ് TS. ഇനി റൂം ടോട്ടൽ ഹീറ്റ്, അതിനെ RTH വിളിക്കും. റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? MS ഇൻറ്റു HI മൈനസ് HS. അപ്പോൾ ഈ റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? HI മൈനസ് HS, MS ഇൻറ്റു HI മൈനസ് HS. സോ അപ്പോൾ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റും കിട്ടി, റൂം ടോട്ടൽ ഹീറ്റും കിട്ടി. അങ്ങനെയെങ്കിൽ റൂം ലേറ്റൻ്റ് ഹീറ്റ് എന്തായിരിക്കും? റൂം ടോട്ടൽ ഹീറ്റ് മൈനസ് റൂം സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ നമുക്ക് ഐയുടെയും എസിൻ്റെയും എൻതാൽപ്പികൾ അറിയാമെങ്കിൽ, നമുക്ക് റൂം മാസും അറിയാമെങ്കിൽ റൂം ടോട്ടൽ ഹീറ്റ് കിട്ടും. ദെൻ റൂം സെൻസിബിൾ ഹീറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഔത്തിന്ന്
നമുക്ക് റൂം ലേറ്റൻ്റ് ഹീറ്റ് കിട്ടും. ദെൻ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലേറ്റൻ്റ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ 100% റീസർക്കുലേറ്റഡ് എയറാണ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സിസ്റ്റമാണ് വെളിയിൽ നിന്ന് എയർ എടുക്കുന്ന സിസ്റ്റം. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.